മോസ്റ്റ് കോമൺ റൈറ്റിംഗ് മിസ്റ്റേക്സ് ഇൻ ദ ഗോയത്തെ എക്സാം. സോ നിങ്ങൾ ഗോയത്തെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഷ്രൈബൻ അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന എക്സാം. ഷ്രൈബൻ അല്ലെങ്കിൽ റൈറ്റിംഗ് എക്സാം എന്ന് പറയുന്ന സമയത്ത് കുറെ പേര് ഈസി ആയിട്ട് കാണുന്ന ഒരു എക്സാം ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സ്പീക്കിങ്ങിന്റെ പോലെ പ്രഷർ അല്ലെങ്കിൽ ഹ്യോറിനെ പോലെ ഒക്കെ അത് ലിസൺ ചെയ്തിരിക്കണം, ഇങ്ങനത്തെ ഒരു പ്രഷർ ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾക്ക് 60 മിനിറ്റ് ടൈം കിട്ടുന്നു. ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രോപ്പർ ആയിട്ട് നല്ലൊരു ആൻസർ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ റൈറ്റിംഗ് എക്സാമിൽ വരുന്നത്. സോ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമും നിങ്ങൾ റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമാണ് ഷ്രൈബൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ കുറെ ആളുകൾ ഷ്രൈബൻ എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിൽ ആയി പോകുന്നുണ്ട്. അതിൽ കുറെ മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. B1 B2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾ B2 അല്ലെങ്കിൽ B1 ഷ്രൈബൻ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അതിൽ ഇന്ന മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാത്തത്. ഇപ്പൊ നമുക്കൊരു ലെറ്റർ എഴുതാൻ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എഴുതാൻ കിട്ടുന്ന സമയത്ത് ഡയറക്ട്ലി നിങ്ങൾ കണ്ടന്റിലോട്ട് ജമ്പ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ജർമ്മൻ എക്സാമിന് വേണ്ടിയിട്ട് ടുഗെദർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു മെയിൽ സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കണം, നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്, നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ടല്ല ആ ഒരു ലെറ്ററിന്റെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ആ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, ഹായ് സുഖമാണോ, നമുക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേ, ഈ എക്സാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ലൈഫിൽ, കാരണം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ഈ എക്സാമിന് ഇത്രത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എനിക്ക് നിന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, പതിയെ ആ പോയിന്റിലോട്ട് എത്തി. അതായത് ആൾക്ക് സുസാമൻ ലേണിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കണം എന്നുള്ള ആ ഒരു പോയിന്റിലെത്തി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ്ലി നിങ്ങൾ ഷ്രൈബനിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാതിരിക്കുക. പിന്നെ സല്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. സെക്കൻഡ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആൽഫബറ്റ്സിന്റെ കേസിലാണ്. അതായത് റിട്ടൺ എക്സാം ആവുന്ന സമയത്ത് പങ്ക്ച്വേഷൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്, ഡബിൾ ഇൻവേർട്ടഡ് കോമ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾക്കറിയാം മെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ ആയിരിക്കണം, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എവിടെ യൂസ് ചെയ്യണം, ഫുൾ സ്റ്റോപ്പ് എവിടെ യൂസ് ചെയ്യണം, ക്വസ്റ്റ്യൻ മാർക്ക് എവിടെ യൂസ് ചെയ്യണം, കോമ യൂസ് ചെയ്യണം. ഇതൊന്നും കുറെ ആളുകൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് എടുക്കാറേ ഇല്ല. അവർ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ B2 കുറെ ഗ്രാമർ എഴുതി കഴിഞ്ഞാൽ ഷ്രൈബൻ പാസ്സാവും, അല്ലെങ്കിൽ കുറെ പേജ് നിറച്ച് എഴുതി കഴിഞ്ഞാൽ പാസ്സാവും. പക്ഷെ ഇതിനൊക്കെ ജർമ്മനിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, പങ്ക്ച്വേഷൻസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു സെന്റൻസ് എവിടെ എൻഡ് ചെയ്യുന്നു, എവിടെ കോമ ചേർക്കണം എന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കുക. തേർഡ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് B1 B2 വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഗ്രാമർ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം B1 B2 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 7 ഗ്രാമർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സ്പീക്കിങ്ങിലും അതുപോലെ റൈറ്റിംഗ് എക്സാമിലൊക്കെ മാർക്കിന്റെ വെയിറ്റേജ് കൂടുന്നത്. അതിൽ ഒന്ന് വരുന്നത് നമ്മുടെ കണക്ടേഴ്സ് ആണ്. സോ നിങ്ങൾക്കറിയാം കണക്ടേഴ്സ് നമ്മൾ A2 പഠിച്ചതും B1 B2 പഠിക്കുന്ന കണക്ടേഴ്സ് മാക്സിമം സിറ്റുവേഷൻ വൈസ് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. സെക്കൻഡ്ലി നിങ്ങൾക്ക് അറിയാം കണക്ടേഴ്സ് ആയിട്ട് തന്നെ വരുന്നതാണ് സ്വൈറ്റൈലിയ കൊണക്ടോർ. അപ്പൊ ഡബിൾ കൊൺജുക്ഷൻ അല്ലെങ്കിൽ ഡബിൾ കണക്ടേഴ്സ് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങാം. മൂന്നാമത്തത് പാസീവ് എന്ന് പറയുന്ന ഗ്രാമർ ടോപ്പിക്. സിറ്റുവേഷൻ വരുന്ന സമയത്ത് പാസീവ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുക. റിലാറ്റീവ് സാറ്റ്സ് നിങ്ങൾ B1 B2 പഠിക്കുന്നതാണ്. റിലാറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് നോം ആൻഡ് വെർബ് പെർബെൻഡിങ്. നിങ്ങൾക്ക് വൊക്കാബ് ഒക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നോം ആൻഡ് വെർബ് പെർബെൻഡിങ്ങും അതുപോലെ വെർബ് ആൻഡ് മിഡ് പ്രപ്പോർഷൻസും യൂസ് ചെയ്യുക. ഇത് രണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ B2 വൊക്കാബ്സ് ആവും യൂസ് ചെയ്യുന്നത്. അതുവഴി ഒരു ഇൻവിജിലേറ്ററിന് മനസ്സിലാവും ഓക്കെ ആള് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇൻഫിനിറ്റീവ് മിഡ്സും അതുപോലെ ഉംസും എന്ന് പറയുന്ന ഗ്രാമർ ടോപ്പിക് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാമർ നിങ്ങളുടെ റൈറ്റിംഗിൽ ലാക്ക് ആവാതെ നോക്കുക. സിറ്റുവേഷൻ വൈസ് നിങ്ങൾ അത് എഴുതി തുടങ്ങണം. നെക്സ്റ്റ് കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കാത്തതാണ്. നിങ്ങൾ ഷ്രൈബൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ നല്ല ഇൻട്രൊഡക്ഷൻ എഴുതി കണ്ടന്റ് എഴുതി, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു എൻഡിങ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് മാർക്ക് അവിടെ നഷ്ടപ്പെടും. സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺക്ലൂഷൻ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നേരെ മറിച്ച് ഒരു ലെറ്ററോ ഇമെയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം യൂഷ്വലി നമ്മൾ പറയുന്നത് നിന്റെ സജഷൻ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസം ഏതാണ്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത്തരത്തിൽ ഒരു എൻഡിങ് ഉണ്ടായിരിക്കുന്നതും നിർബന്ധമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷ്രൈബനിൽ മാർക്ക് പോകുന്നത് ഏറെക്കുറെ ഒഴിവാക്കാൻ പറ്റും.
അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതൊന്ന് എഴുതി നോക്കി ലൈക്ക് ഒരു എക്സ്പേർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഓക്കെ ഇന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എങ്ങനെ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത് നിങ്ങൾക്ക് അസസ് ചെയ്യാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള B2 ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ B1 ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു ആൻസർ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് AI ഹെൽപ്പ് യൂസ് ചെയ്യാം. AI ഹെൽപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇനിയും ബെറ്റർ ചെയ്യാം, ഗോയത്തെ B2 എക്സാം പാസ്സാവാൻ എങ്ങനെ എനിക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള സജഷൻ AI നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആൻസറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് AI പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് അവിടെ നിങ്ങൾ AI ഹെൽപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എന്തൊക്കെ സജഷൻസ് കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളുടെ ഹെൽപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് സജഷൻസ് കിട്ടാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മൻ പഠിക്കുന്ന അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞ വേറൊരാൾക്ക് ഈ ഒരു നിങ്ങൾ എഴുതിയ മോഡൽ അയച്ചു കൊടുക്കുകയും അതിൽ അവരുടെ സജഷൻസ് എന്താണ് അല്ലെങ്കിൽ അവർ എന്താണ് അത് അഡീഷണലി അതിൽ ആഡ് ചെയ്യാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള പോയിന്റ് കളക്ട് ചെയ്യുക. കുറേ പേര് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപും ഇതൊന്നും ചെയ്യാറില്ല. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും, എന്നിട്ട് കുറെ റേഡമിറ്റൽ കാണാതെ പഠിക്കും, എന്നിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. പക്ഷെ ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഗോത്തെ എക്സാംസ് അല്ലെങ്കിൽ ജർമ്മൻ എക്സാംസ് പാസ്സാകുന്നതിന്റെ മുൻപ് നിങ്ങൾ പ്രോപ്പർലി അനലൈസ് ചെയ്യണം. ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യണം, എവിടേക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്സ് ഞാൻ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് ഓക്കെ ഞാൻ എഴുതിയ ഈ മോഡലിൽ എന്തൊക്കെ ഇനി ആഡ് ചെയ്യണം എന്നുള്ള പോയിന്റ്സും കളക്ട് ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഷ്രൈബൻ എക്സാം ഒക്കെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. സോ ഫോർ സച്ച് സിമിലർ ടിപ്സ്, സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.